കൊച്ചിയിൽ സൗത്ത് പാലത്തിന് സമീപം ആക്രി ഗോഡൌണിലാണ് ഇന്ന് പുലർച്ചെ 2:30 തീപിടുത്തം ഉണ്ടായത്. വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. 30 വർഷമായി ഇവിടെ ഈ ആക്രി ഗോഡൌൺ പ്രവർത്തിച്ച് വരികയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോഴുണ്ടായ ഈ തീപിടുത്തം. ഫയർഫോഴ്സിൻ്റെ 10ലധികം യൂണിറ്റുകൾ അവിടേക്ക് എത്തുകയായിരുന്നു. 2 മണിക്കൂറിലേറെ സമയമെടുത്താണ് തീ ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നത്. അവിടെ ചെറിയൊരു പൊട്ടിത്തെറി ശബ്ദം കേട്ടു എന്ന് സമീപത്തുണ്ടായിരുന്ന ദൃക്സാക്ഷി പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കാരണം എന്താണെന്ന് അപ്പോഴും അറിയില്ല. ഷോർട്ട് സർക്യൂട്ട് ആകാനുള്ള കാരണം ഈ സ്ഥാപനത്തിൻ്റെ ഉടമ തള്ളുകയാണ്. വൈദ്യുതി ലൈനുകളൊന്നും അവിടേക്ക് എത്തുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുള്ള മേഖലയായതുകൊണ്ട് ആരെങ്കിലും തീയിട്ടതാകാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഇക്കാര്യങ്ങളിലൊന്നും ഒരു സ്ഥിരീകരണമില്ല. ഫയർഫോഴ്സ് തന്നെ ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തി കൃത്യമായി എന്താണ് ഈ തീപിടുത്തത്തിന് കാരണമായത് എന്നതടക്കം പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. വരും മണിക്കൂറുകളിൽ എന്താണ് ഈ തീപിടുത്തത്തിന് കാരണമായത് എന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ പുറത്തിറങ്ങും. വീടിൻ്റെ പുറകുവശത്ത് തീ പിടിച്ചപ്പോഴാണ് തങ്ങൾ അറിഞ്ഞതും അവിടെ നിന്ന് പുറത്തേക്ക് മാറിയതുമെന്ന് ഈ ഗോഡൌണിന് സമീപത്ത് താമസിച്ചിരുന്ന സ്ഥാപന ഉടമയുടെ മാതാവ് സരസ്വതി അമ്മ പറയുന്നുണ്ട്. കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. 2 മണിക്കൂറിലേറെ സമയമെടുത്ത് ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും അവിടെ ഒരു ഭാഗത്തായി ഈ പ്ലാസ്റ്റിക് കൂനയുണ്ട്. അതിനടിയിൽ തീ കത്തുന്നുണ്ട് എന്നാണ് പോലീസ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അവിടേക്കും JCB എത്തിച്ച് അത് പൂർണ്ണമായും നീക്കി അങ്ങനെ ആ പുകയുയരുന്ന സാഹചര്യം കൂടി ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ കൂടി നടക്കുന്നുണ്ട്. നഗരത്തിൽ ഇപ്പോൾ മഴയും പെയ്യുന്നുണ്ട്. അത് ഈ ഫയർഫോഴ്സിൻ്റെ രക്ഷാപ്രവർത്തനത്തിന് സഹായകരമായിട്ടുണ്ട്. തീ ഉയരുന്ന മേഖലകളിലൊക്കെ വീണ്ടും അത് കെടുത്തുന്നതിന് വേണ്ടി ഫയർഫോഴ്സ് ശ്രമം നടത്തുന്നതിനിടയിലാണ് മഴ പെയ്തിരിക്കുന്നത്. അത് ഈ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കുന്നതിന് സഹായകമായിട്ടുണ്ട്. ഏതായാലും 10 ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമായത്. ആ ദൃശ്യങ്ങളിൽ ഇപ്പോൾ ഒരു ട്രെയിൻ കടന്നു പോകുന്നത് കൂടി കാണാം. സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് തൊട്ടടുത്താണ് ഈ ആക്രി ഗോഡൌൺ ഉള്ളത്. റെയിൽവേ ലൈൻ ഇതിന് തൊട്ട് സമീപത്തൂടെയാണ് കടന്നു പോകുന്നത്. അതിന് തൊട്ടടുത്തായിട്ടാണ് ഈ തീപിടുത്തം ഉണ്ടായതും. ഏതായാലും നിലവിൽ ആശങ്കാജനകമായ ഒരു സ്ഥിതിയില്ല. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ ഫയർഫോഴ്സ് സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി വീണ്ടും ചേരുന്നുണ്ട്. ശ്യാംകുമാർ, ഈ നേരത്തെ തീപിടുത്തമുണ്ടായ ഘട്ടത്തിൽ അത് ഏതെങ്കിലും തരത്തിൽ ഈ ട്രെയിൻ ഗതാഗതത്തെ ഉൾപ്പെടെ ബാധിച്ചിരുന്നോ? ശ്യാംകുമാർ, തൊട്ടടുത്താണല്ലോ സൗത്ത് റെയിൽവേ സ്റ്റേഷനും അവിടേക്കുള്ള ട്രാക്കും ഒക്കെ. ശ്യാംകുമാർ, ഉന്മേഷ, റെയിൽ ഗതാഗതത്തെ ഒരു തരത്തിലും അത് ബാധിച്ചിരുന്നില്ല. പക്ഷേ റെയിൽവേയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. കാരണം റെയിൽവേയുടെ ലൈൻ ട്രാക്ക് കടന്നു പോകുന്നത് മാത്രമല്ല, അവരുടെ ഈ ഇലക്ട്രിക് ലൈൻ ഉൾപ്പെടെ ഇതിന് തൊട്ടടുത്തുകൂടിയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തി പരിശോധന നടത്തിയ ശേഷമാണ് ട്രെയിൻ സർവീസിന് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ സർവീസുകൾ തുടർന്നത്. പക്ഷേ ആ സമയത്ത് അധികം ട്രെയിനുകൾ ഇതിലെ കടന്നു പോകാതിരുന്നതും വലിയ സഹായകരമായിരുന്നു. നിലവിലിപ്പോൾ ഒരു ട്രെയിൻ ഇതിലെ കടന്നു പോകുന്നുണ്ട്. അത് വളരെ സ്റ്റേഷനിലേക്ക് എത്തുന്നത് കൊണ്ട് തന്നെ വളരെ പതുക്കെയാണ് കടന്നു പോകുന്നത്. പക്ഷേ അപ്പോഴേക്കും പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാക്കാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കിപ്പോൾ പങ്കുവെക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരവും അതുതന്നെയാണ്. കൊച്ചി നഗരത്തെ ആശങ്കയുടെ മണിക്കൂറുകളിൽ നിർത്തിയ ഏകദേശം 3 മണിക്കൂറിലധികം ആളിപ്പടർന്ന വിഷപ്പുകയും തീയും നിയന്ത്രിക്കാനായിട്ട് ഫയർഫോഴ്സിനെ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിലവിലിപ്പോൾ അവരുടെ ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അസ്ക ലൈറ്റ് അവരിവിടെ ഫയർഫോഴ്സ് കൊണ്ടുവരുന്നുണ്ട്. ആ അസ്ക ലൈറ്റ് കൊണ്ടുപോകുന്നത് അത് ഉയരത്തിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വെട്ടം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അസ്ക ലൈറ്റുകൾ ദുരന്തമുഖത്ത് ഉപയോഗിക്കാറുള്ളത്. അത്തരത്തിലുള്ള അസ്ക ലൈറ്റാണ് ഇപ്പോൾ എത്തിക്കുന്നത്. കാരണം ഇതിൻ്റെ ഉള്ളിൽ വിഷപ്പുക നിറഞ്ഞ വൈദ്യുതി ഇല്ലാത്ത വെട്ടമില്ലാത്ത ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിലാണ് നമ്മുടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇത്രയും നേരം രക്ഷാപ്രവർത്തനം നടത്തുകയും തീ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തിരുന്നത്. അവിടെ അവർക്ക് കൂടുതൽ കൂടുതൽ കാഴ്ചകൾ കാണുന്നതിനും തീ മറ്റ് സ്ഥലങ്ങളിലേക്ക് പടരാൻ സാധ്യതയുണ്ടോ, മറ്റ് സ്ഥലങ്ങളിലേക്ക് പുക പടരാൻ സാധ്യതയുണ്ടോ, ഇനിയും തീക്ക് പിടിക്കാനുള്ള ആളാനുള്ള സാധ്യതയുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് മതിയായ വെട്ടം ആവശ്യമാണ്. അതിനുവേണ്ടിയിട്ടാണ് ദുരന്തമുഖങ്ങളിൽ എങ്ങോട്ടും കൊണ്ടുപോകാൻ സാധിക്കുന്ന അസ്ക ലൈറ്റ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് പ്രവർത്തിപ്പിച്ചിരിക്കുന്നത്. അത് അല്പസമയത്തിനകം അസ്ക ലൈറ്റ് പ്രകാശിപ്പിക്കുന്നതോടു കൂടിയിട്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ രീതിയിൽ കാഴ്ചകൾ കാണാനാകും. അതോടുകൂടി ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ വേഗം കൂട്ടാനാകും. വെളിച്ചമില്ലാത്ത സമയത്ത് പോലും വളരെ വേഗത്തിൽ തീ അണയ്ക്കാനും തീ പടർന്ന സ്ഥലങ്ങളിലേക്ക് കടന്നു കയറി തീ വ്യാപിക്കാതിരിക്കാനും ഒക്കെ ശ്രമിച്ചത് ഫയർഫോഴ്സിൻ്റെ കൃത്യമായ ഇടപെടലിലൂടെയാണ്. അവർ ആ തീ പൂർണ്ണമായും നിയന്ത്രിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ പെയ്ത മഴയും ഒരുപക്ഷെ ആ തീ പുറത്ത് കത്തിപ്പടർന്ന തീ നിയന്ത്രിക്കാൻ സഹായിച്ചിട്ടുണ്ട്. മഴ പൂർണ്ണമായും മാറിയിട്ടില്ല. ഏതായാലും അവിടെ ഇപ്പോഴാണ് അസ്ക ലൈറ്റ് ഉൾപ്പെടെ കൊണ്ടുവന്നിരിക്കുന്നത്. നേരത്തെ ഫയർഫോഴ്സിൻ്റെ സ്റ്റേഷൻ ഓഫീസർ പറഞ്ഞതുപോലെ
JCB ഇങ്ങോട്ട് അല്പസമയത്തിനകം കൊണ്ടുവരും. JCB എത്തിക്കുന്നത് ആ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം, തീപിടുത്തമുണ്ടായ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം പൊളിച്ച് അവിടെ നിന്ന് മാലിന്യങ്ങൾ നീക്കി തീ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നില്ല എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെ ഉള്ള പരിശോധനകളും നടക്കും. ഏതായാലും വലിയൊരു ആരോപണം കെട്ടിടത്തിൻ്റെ ലൈസൻസി രാജുവും ആ കുടുംബവും ഉയർത്തിയിട്ടുണ്ട്. സാമൂഹ്യ വിരുദ്ധർ തീയിട്ടതാകാം, അല്ലെങ്കിൽ ആരെങ്കിലും മനഃപൂർവ്വം ചെയ്തതാകാം, അല്ലാതെ തീ പിടിക്കാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നുള്ളൊരു വലിയ പരാതി ആ കെട്ടിടത്തിൻ്റെ ഉടമ ഉയർത്തിയിട്ടുണ്ട്. ഏതായാലും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വളരെ വേഗത്തിൽ തീപിടിക്കാവുന്ന വിഷപ്പുക ഉയർത്താവുന്ന സാധ്യതയുള്ള വസ്തുക്കൾ കത്തി അമർന്ന കൊച്ചി നഗരത്തെ വിഷപ്പുകയിലാക്കിയ മണിക്കൂറുകളാണ് കടന്നു പോയിരുന്നത്. പുലർച്ചെ 2:30 മുതൽ ഇപ്പോൾ സമയം ആകുന്നത് വരെയുള്ള സമയത്തും രക്ഷാപ്രവർത്തനത്തിൽ തന്നെയാണ് ഉദ്യോഗസ്ഥർ ഉള്ളത്. അത് പൂർണ്ണമായും അവർ വിജയിക്കുകയും ചെയ്തിരിക്കുന്നു. അവർക്ക് കൂടുതൽ പ്രദേശത്തെ കാഴ്ചയും കിട്ടാനും രക്ഷാപ്രവർത്തനം കൂടുതൽ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും വേണ്ടിയാണ് വെളിച്ചം ഉൾപ്പെടെ അസ്കാലൈറ്റ് ഉൾപ്പെടെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അത് പ്രകാശിപ്പിക്കുന്നതോടുകൂടി രക്ഷാപ്രവർത്തനത്തിന് കുറച്ചുകൂടി വേഗം കൈവരിക്കും. കാരണം ഈ കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നത് ഇപ്പോഴും അപകടം തന്നെയാണ്. കാരണം തീ നിയന്ത്രിച്ചിട്ടുണ്ട് എങ്കിലും പുക വലിയ രീതിയിൽ പടരുന്നുണ്ടായിരുന്നു. ആ സ്ഥലത്തേക്ക് കൂടുതൽ ഇടങ്ങളിലേക്ക് തീ പിടിക്കാൻ സാധ്യതയില്ല എന്ന് 101% ഉറപ്പിക്കണമെങ്കിൽ രക്ഷാപ്രവർത്തകർക്ക് കൂടുതൽ ഉള്ളിലേക്ക് കടന്നിടണം. അവർക്കതിന് വെളിച്ചം ഉൾപ്പെടെ ആവശ്യമാണ്. ഏതായാലും മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിലൂടെ ഇപ്പോൾ ആ പ്രയത്നം അവർ വിജയിച്ചിരിക്കുന്നു. അതിൽ ഇപ്പോഴും വെള്ളമടിച്ചുകൊണ്ട് അവർ ആ തീ ആളിപ്പടരാതിരിക്കാനായിട്ട്, കാരണം തീ വളരെ വേഗത്തിൽ പിടിക്കാൻ സാധ്യതയുള്ള പ്ലാസ്റ്റിക് സാധനങ്ങൾ, ബോട്ടിലുകൾ, പെയിന്റ് പാത്രങ്ങൾ, അങ്ങനെ തീയെ വിളിച്ചു വരുത്തുന്ന രീതിയിലുള്ള സാധനങ്ങൾ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അത്തരം സാധനങ്ങൾ തന്നെയാണ് കത്തിയിരുന്നത്. അവിടെയാണ് ഈ രക്ഷാപ്രവർത്തകർ വളരെ വേഗത്തിൽ എത്തുകയും തീ നിയന്ത്രിക്കുകയും ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊച്ചി നഗരം ഉറങ്ങുമ്പോൾ ഉണ്ടായ തീപിടുത്തം കൊച്ചി നഗരം ഉണരുമ്പോൾ അവസാനിച്ച സ്ഥിതിയാണ്. അത്ര വേഗത്തിലാണ് ആ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചത്. നിലവിൽ അസ്കാലൈറ്റുകൾ പ്രകാശിച്ചിരിക്കുന്നു. അതോടുകൂടി കൂടുതൽ വ്യക്തതയുള്ള ദൃശ്യങ്ങൾ നമുക്ക് ലഭിക്കും. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് അതിലും പ്രധാനമായി അതിന് ഉള്ളിലേക്ക് കടന്നു ചെല്ലാനാകും. വിഷപ്പുകയുടെ ബുദ്ധിമുട്ടുകൾ ഇവിടെ നിൽക്കുന്ന എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാകും അത് ഏറെ കൂടുതൽ അനുഭവിച്ചിരിക്കുന്നത്. ഏതായാലും ആ വിഷപ്പുകയെ ശമിപ്പിക്കുന്ന രീതിയിൽ മഴ പെയ്യുന്നതാണ് നിലവിലൊരു ആശ്വാസം നൽകുന്ന ഘടകം. ആ മഴയത്ത് തന്നെയാണ് ഉദ്യോഗസ്ഥർ നിന്നുകൊണ്ട് ആ രക്ഷാപ്രവർത്തനം പൂർണ്ണമായും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അസ്കാലൈറ്റ് എത്തിച്ചുകൊണ്ട് കൂടുതൽ വെളിച്ചം ഉറപ്പുവരുത്തിക്കൊണ്ട് രക്ഷാപ്രവർത്തനം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഇനി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ എളുപ്പത്തിൽ ആ പ്രദേശങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. തീ ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രിച്ചിരിക്കുന്നു. പുക ഉയരാതിരിക്കാനുള്ള അവസാനഘട്ട നടപടികളിൽ തന്നെ ഉദ്യോഗസ്ഥർ ഏർപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും വലിയൊരു തീപിടുത്തത്തെ അത് വളരെ കൃത്യമായ ഇടപെടലിലൂടെ നിയന്ത്രിക്കാനായി സാധിച്ചിരിക്കുന്നു. അതിൻ്റെ അവസാനഘട്ട നടപടികളിലേക്ക് ഉദ്യോഗസ്ഥർ കടക്കുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും നിലവിലിപ്പോൾ ഈ മഴ നിറഞ്ഞ അന്തരീക്ഷത്തിൽ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാവുന്ന പോലെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവരുടെ ഏറ്റവും കൃത്യമായ ഇടപെടലിലൂടെ ആ തീ നിയന്ത്രിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മഴയിലും ഒരു നിമിഷം പോലും മാറി നിൽക്കാതെ രക്ഷാപ്രവർത്തനം കൃത്യമായി ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൃത്യമായ മഴ, വലിയ രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ട്. അപ്പോഴും അത് ഒരുപക്ഷെ ഈ രക്ഷാപ്രവർത്തനത്തെ സഹായിക്കുന്ന മഴയാണ്. പക്ഷേ അപ്പോഴും അവർക്ക് ഇതിനുള്ളിൽ തീ ഇനി ഉയരാൻ സാധ്യതയില്ല, പടർന്നു പിടിക്കാൻ സാധ്യതയില്ല എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തേണ്ടതുണ്ട്. അതിനുള്ള പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. അത് തന്നെയാണ് നടത്തുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ അസ്കാലൈറ്റ് ഉൾപ്പെടെ കൊണ്ടുവന്ന് പ്രകാശിപ്പിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെയിൽവേ സ്റ്റേഷന്റെ ചേർന്നുള്ള സ്ഥലം, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പെട്രോളിയം ലൈൻ കടന്നു പോകുന്ന സ്ഥലം, അങ്ങനെ വളരെ തന്ത്രപ്രധാനമായ സ്ഥലം. ദൃശ്യങ്ങളിൽ കാണാവുന്ന ഒരു ട്രാൻസ്ഫോമർ പോലും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ തീ വ്യാപിച്ചിരുന്നെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകാമായിരുന്ന ഒരു സ്ഥലത്താണ് രക്ഷാപ്രവർത്തകർ മണിക്കൂറുകൾ വലിയ ഭഗീരഥ പ്രയത്നം തന്നെ നടത്തിക്കൊണ്ട് ആ തീ നിയന്ത്രിച്ചിരിക്കുന്നത്. അതിപ്പോൾ പൂർണ്ണമായും നിയന്ത്രിച്ചിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് ആ തീ നിയന്ത്രിച്ച് രക്ഷാപ്രവർത്തകർ അങ്ങോട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ മഴ മാറിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ നമുക്ക് വീണ്ടും പോകാൻ സാധിക്കും. ആ മഴ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ആ കെട്ടിടത്തിൻ്റെ മുൻവശത്ത് നിന്നുകൊണ്ട് വീണ്ടും ആ രക്ഷാപ്രവർത്തകർ, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അതിൻ്റെ ഉള്ളിലേക്ക്, അതിൻ്റെ മുകൾ ഭാഗങ്ങളിലേക്ക് ഉൾപ്പെടെ വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് ആ തീ മഴ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മഴ വീണ്ടും എത്തുന്നുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള മഴയത്തും ആ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം എത്ര അടുത്താണ് ആ റെയിൽവേ ലൈൻ ഉള്ളതെന്ന്. അത്രയും വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു പ്രദേശത്താണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തുകയും
എത്തുകയും ആ തീ നിയന്ത്രിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനത്തിലൂടെ തീ നിയന്ത്രിച്ചിരിക്കുന്നു. കൊച്ചി നഗരം ഈയിടെ കണ്ട ഒരു 10 വർഷത്തിനിടെ കണ്ട ഏറ്റവും വലിയ ഒരു അപകടമായിരുന്നു ഉണ്ടായത്, തീപിടുത്തമായിരുന്നു ഉണ്ടായത്. പക്ഷേ ആ തീപിടുത്തത്തെ കൃത്യമായി നിയന്ത്രിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്തുകൊണ്ട് ഒരാൾക്ക് പോലും അപകടമുണ്ടാകാതെ നിയന്ത്രിക്കാനായിട്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിരിക്കുന്നു. പോലീസ് അവിടെ എത്തിയിരുന്നു. സൗത്ത് മേൽപ്പാലത്തിന് മുകളിലും താഴെയുമായി ഉൾപ്പെടെ ഫയർ യൂണിറ്റുകൾ എത്തിയാണ് ആ തീ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നത്. ഏതായാലും കോരിച്ചൊരിയുന്ന ഈ മഴയത്തും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഒരു തെല്ലിട പോലും മാറാതെ ആ തീ നിയന്ത്രിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അതിൻ്റെ ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ ആ വീട്ടിൻ്റെ ലൈസൻസി പറഞ്ഞ പോലെ തന്നെ ഒരു പൊട്ടിത്തെറിയുടെ ശബ്ദം അവരവിടെ നിന്ന് കേട്ടിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അതുൾപ്പെടെ എന്താണ് എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെ അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ പരിശോധിക്കണമെങ്കിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് അതിൻ്റെ അകത്തേക്ക് പോകണം. സ്വാഭാവികമായും തീ പൂർണ്ണമായും നിയന്ത്രിച്ചിട്ടുണ്ട്. പുകയും ഇപ്പോൾ ശമിച്ചിട്ടുണ്ട്. ഏതായാലും കൊച്ചി നഗരത്തെ വ്യാപിച്ച വിഷപ്പുകയെ മഴ പെയ്തതുകൊണ്ട് ശക്തമായി തന്നെ പെയ്ത മഴയത്ത് അത് നിയന്ത്രിച്ചിരിക്കുന്നു. എസ് ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ വൻ തീപിടുത്തമാണ് ഉണ്ടായത്. സൗത്ത് പാലത്തിന് സമീപം ആക്രി ഗോഡൌണിന് തീപിടിക്കുകയായിരുന്നു. പുലർച്ചെ 2:30-നും 3 മണിക്കും ഇടയിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. 10-ലേറെ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടേക്ക് കുതിച്ചെത്തുകയായിരുന്നു. മണിക്കൂറുകൾ എടുത്താണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത്. നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. ചെറുതായി ചിലയിടങ്ങളിൽ പുക ഉയരുന്ന സാഹചര്യമുണ്ട്. അതുകൂടി ശമിക്കാനുള്ള സംവിധാനങ്ങളിലേക്ക് ഇപ്പോൾ ഫയർഫോഴ്സ് കടക്കുകയാണ്. ശ്യാംകുമാർ വിവരങ്ങൾ വച്ചിരുന്നുണ്ട്. ശ്യാം, ഇപ്പോൾ ഈ കനത്ത മഴ കൂടിയുണ്ടല്ലോ ശ്യാം. അപ്പോൾ ഏറെക്കുറെ ഈ നേരത്തെ മറ്റൊരു സ്ഥലത്ത് ചെറുതായി തീ ഉയരുന്ന ഇത് കണ്ടിരുന്നു ദൃശ്യങ്ങളിൽ. അതുൾപ്പെടെ ഇപ്പോൾ കെടുത്തിയിട്ടുണ്ടോ ശ്യാംകുമാർ? ഉന്മേഷ് പറഞ്ഞ പോലെ തന്നെ കനത്ത മഴ ഇപ്പോൾ കുറച്ച് നേരമായി പെയ്യുന്നുണ്ട്. അതൊന്ന് മാറിയിരുന്നു. വീണ്ടും ശക്തമായി തന്നെ മഴ പെയ്യുന്നുണ്ട്. ആ മഴ ഒരുപക്ഷെ ഇപ്പോൾ വലിയൊരു സഹായകരമായിട്ടുണ്ട്. കാരണം തീക്കൊപ്പം ഉയർന്ന വിഷപ്പുകയെ നിർവീര്യമാക്കാൻ ആ മഴ ഏതായാലും സഹായിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തീ ഉയർന്നതിനേക്കാൾ ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നത് ആ വിഷപ്പുകയായിരുന്നു. അത് നഗരത്തിലാകമാനം വ്യാപിച്ചിരുന്ന പുകയാണ്. വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമായിരുന്ന പുക ഏതായാലും ഈ മഴ ശമിപ്പിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ആ മഴയത്തും കോരിച്ചൊരിയുന്ന മഴയത്തും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഒരു നേരം പോലും അവർ മാറി നിൽക്കാതെ അവരുടെ ജോലിയിൽ വ്യാപൃതരാണ്. പൂർണ്ണമായും അതിൻ്റെ അകത്ത് തീ ഇനി ഒരു തവണ പോലും പടരാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ അവർ അത് പരിശോധിക്കുകയാണ്. അതിനുവേണ്ടി തന്നെയാണ് ആ കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗത്തുൾപ്പെടെ വെള്ളം അടിച്ചുകൊണ്ട് തീ പിടിക്കാൻ സാധ്യതയില്ല എന്ന് അവർ ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും മണിക്കൂറുകളായി ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ട് അത് പൂർണ്ണമായും വിജയിച്ചു എന്ന് തന്നെ പറയാം. തീ പൂർണ്ണമായും കൺട്രോൾ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു. അതിനുശേഷം ആ വിഷപ്പുക കൺട്രോൾ ചെയ്യാനുള്ള ശ്രമമായിരുന്നു. അപ്പോഴേക്കും ഫയർഫോഴ്സിനെ സഹായിക്കാനായി മഴയും കൂടെ എത്തിയിട്ടുണ്ട്. ഏതായാലും ആ മഴ വലിയ സഹായകരമായിട്ടുണ്ട്. ഏതായാലും നിലവിലിപ്പോൾ കൊച്ചി നഗരത്തിലുണ്ടായ വലിയ തീപിടുത്തത്തെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ ഫയർഫോഴ്സിന് സാധിച്ചിരിക്കുന്നു. മഴ വിഷപ്പുകയെയും നിയന്ത്രിക്കാനായിട്ട് സഹായിച്ചിരിക്കുന്നു. ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇപ്പോഴും പരിശോധനകളും തീ മറ്റ് സ്ഥലങ്ങളിലേക്ക്, ആ കെട്ടിടത്തിൻ്റെ അകത്ത് മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കാനുള്ള പരിശോധനകളും ഉൾപ്പെടെ തുടർ പരിശോധനകളും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ജില്ലയുടെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള യൂണിറ്റുകൾ ഇങ്ങോട്ട് കുതിച്ചെത്തി. ഏതായാലും തീ രണ്ട് വശത്തു നിന്നും നിയന്ത്രിച്ചിരിക്കുന്നു. ഇനി എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതിൽ കെട്ടിട ഉടമയുടെ ലൈസൻസിയുടെ സംശയത്തിൽ ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഇനി നടക്കേണ്ടിയിരിക്കുന്നത്. നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ആരെങ്കിലും തീയിട്ടതാണോ എന്നുള്ള സംശയം ഉൾപ്പെടെ പോലീസ് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതിനു മുൻപ് തീ പൂർണ്ണമായും നിയന്ത്രിക്കാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളൊരു ആശ്വാസ വാർത്തയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. അത് മണിക്കൂറുകൾ നീണ്ട ഫയർഫോഴ്സിന്റെ അധ്വാനത്തിന്റെ ഫലമായാണ്. രാവിലെ ഏകദേശം 3 മണിയോടുകൂടി ആരംഭിച്ച രക്ഷാപ്രവർത്തനം, അത് മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രിക്കാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ശുഭകരമായ ആശ്വാസകരമായ വാർത്ത കൂടിയാണ് നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്നത്. എസ് ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ സൗത്ത് പാലത്തിന് സമീപമുള്ള ആക്രി ഗോഡൌണിലാണ് വൻ തീപിടുത്തമുണ്ടായത്. തീ ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും സംഭവ സ്ഥലത്തുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് പുലർച്ചെ 2:30-ഓടെ വലിയ തീപിടുത്തം അവിടെ ഉണ്ടാവുകയായിരുന്നു. ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടേക്ക് കുതിച്ചെത്തി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തൊട്ടടുത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷനുണ്ട്. റെയിൽവേ ട്രാക്കൊക്കെ കടന്നു പോകുന്ന അതീവ സുരക്ഷാ മേഖലയാണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഈ ഫയർഫോഴ്സിൻ്റെ രക്ഷാദൗത്യം അവിടെ നടക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തീപിടുത്തം പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി. ഇപ്പോൾ ആകട്ടെ ആ മേഖലയിൽ
കനത്ത മഴയുമുണ്ട്. അത് ഫയർഫോഴ്സിൻ്റെ രക്ഷാദൗത്യത്തിന് സഹായകമായിട്ടുണ്ട്. ചെറിയ തോതിൽ വീണ്ടും തീ ഉയരുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ശമിച്ചിട്ടുണ്ട്. ഈ മഴ കൂടി പെയ്തതോടെ പുലർച്ചെ 2:30 ഉണ്ടായ തീപിടുത്തം ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ്. എന്താണ് തീപിടുത്തത്തിൻ്റെ കാരണമെന്ന് അറിവായിട്ടില്ല. ഒരു പൊട്ടിത്തെറി ശബ്ദം കേട്ടു എന്ന് ആ സ്ഥാപന ഉടമയുടെ മാതാവ് അല്പസമയം മുൻപ് പറഞ്ഞിരുന്നു. അതെന്തിൻ്റെയാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. സ്ഥാപന ഉടമ പറയുന്നത് അവിടെ ഷോർട്ട് സർക്യൂട്ടിനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്. തൊട്ടടുത്തോടെ വൈദ്യുതി ഇല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുള്ള ഒരു സ്ഥലമാണ്. ആരെങ്കിലും അവിടെ തീയിട്ടതാണോ മനഃപൂർവ്വം എന്ന് അദ്ദേഹം ഒരു സംശയം പറയുന്നുണ്ട്. ഇതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. അത് ഫയർഫോഴ്സ് അല്ലെങ്കിൽ അധികൃതർ അന്വേഷണം നടത്തി കൃത്യമായ കാര്യത്തിൽ വിവരങ്ങൾ പറയേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ സംശയങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ശ്യാംകുമാർ, ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്ന ദൃശ്യങ്ങൾ ഈ തീപിടുത്തം ഉണ്ടായ സമയത്തെ ദൃശ്യങ്ങളാണ്. പുലർച്ചെ 2:30 ആയിരുന്നു ആ തീപിടുത്തം ഉണ്ടായത്. വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. കത്തിപ്പടരുകയായിരുന്നു തീ. മണിക്കൂറുകൾ എടുത്താണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ആ തീപിടുത്തം ഉണ്ടായ സമയത്ത് ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ അത് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ്. ആ മേഖലയിൽ മഴ കൂടിയുണ്ട്. അത് ഫയർഫോഴ്സിൻ്റെ രക്ഷാദൗത്യത്തിന് സഹായകരമാവുന്ന നിലയിലാണ്. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നു. ആശങ്കാജനകമായ ഒരു സാഹചര്യം നിലവിലില്ല. പക്ഷേ തീപിടുത്തം ഉണ്ടായ സമയത്ത് അത് വലിയ തീപിടുത്തമായിരുന്നു. സൗത്ത് പാലത്തിന് മുകളിലാണ് ഈ ഫയർഫോഴ്സ് യൂണിറ്റുകൾ കൂട്ടത്തോടെ എത്തിയത്. അതുവഴിയുള്ള ഗതാഗതമൊക്കെ നിയന്ത്രിച്ചാണ് ഈ രക്ഷാദൗത്യം അവിടെ നടന്നത്. 10ലേറെ ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് അവിടേക്ക് എത്തിയതും വലിയ പരിശ്രമത്തിനൊടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കിയതും. പുകപടലങ്ങളൊക്കെ ആ മേഖലയിൽ തങ്ങി നിന്നിരുന്നു. ആ സമയത്ത് ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ശ്യാംകുമാർ, ഇപ്പോൾ പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ടല്ലോ. ഇനി എങ്ങനെ ഈ തീപിടുത്തം ഉണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങളാണല്ലോ അറിയേണ്ടത്. സ്ഥാപന ഉടമ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഷോർട്ട് സർക്യൂട്ടിനുള്ള സാധ്യത തള്ളുകയാണല്ലോ അദ്ദേഹം. ശ്യാംകുമാർ, തീർച്ചയായും സ്ഥാപന ഉടമ ഷോർട്ട് സർക്യൂട്ടിനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരുന്നു. കാരണം അദ്ദേഹം പറയുന്നത് തീപിടുത്തം ആദ്യമുണ്ടായ സ്ഥലത്ത് ഒരു കാരണവശാലും തീ പടരാനുള്ള സാധ്യതയില്ല. കാരണം അവിടെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാനായിട്ട് വൈദ്യുതി ബന്ധം ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. മറിച്ച് അത് സാമൂഹ്യ വിരുദ്ധരോ ആരെങ്കിലും കരുതിക്കൂട്ടി ചെയ്തതോ ആകാനുള്ള സാധ്യത തള്ളിക്കളയുന്നുമില്ല. ഏതായാലും അതൊക്കെ പോലീസിന്റെ പരിശോധനയിൽ വരേണ്ട കാര്യങ്ങളാണ്. കാരണം ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനാണ് പോലീസും ഫയർഫോഴ്സും അടക്കം വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം പുറത്തെ തീ മഴ ഒരു വലിയ സഹായമായി കെടുത്തിയിട്ടുണ്ട് എങ്കിലും അകത്ത് ഇനിയും ഈ കെട്ടിടത്തിനുള്ളിൽ തീ പടരാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് ഫയർഫോഴ്സ് പരിശോധിക്കുന്നുണ്ട്. അത് സുരക്ഷാ പ്രോട്ടോകോളിലും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം തീ ഒരു കാരണവശാലും പടരാൻ സാധ്യതയില്ല എന്ന് പരിശോധിച്ച് ഉറപ്പിച്ച ശേഷം മാത്രമേ ഫയർഫോഴ്സിന് അതിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് മാറാൻ സാധിക്കുകയുള്ളൂ. അതുവേണ്ടിയുള്ള പരിശോധനകൾ തുടരുകയാണ്. തീ പിടിക്കാൻ സാധ്യതയുണ്ട് എന്ന് സംശയിക്കുന്ന എല്ലായിടങ്ങളിലും വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് ആ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ കെട്ടിടത്തിന്റെ 2 ഭാഗങ്ങളിൽ, പുറകുവശത്ത് തീപിടുത്തം ഉണ്ടായ കെട്ടിടത്തിന്റെ ഭാഗത്തും മുൻവശത്തു നിന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അങ്ങോട്ട് തീ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ വളരെ വേഗത്തിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. മാറി നിന്ന മഴ വീണ്ടും എത്തിയിട്ടുണ്ട്. ഏതായാലും വലിയ തീപിടുത്തം തന്നെ ഉണ്ടായിരുന്നു. ഏകദേശം 36 വർഷമായി ഇവിടെ പ്രവർത്തിക്കുന്ന ആക്രി സാധനങ്ങൾ ശേഖരിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്ന കെട്ടിടമാണ്. ആ കെട്ടിടത്തിലാണ് ഇത്ര വലിയ തീപിടുത്തം ഉണ്ടായത്. അതിൻ്റെ വിഷപ്പുക നിറഞ്ഞു നിന്ന ആ ഭാഗത്താണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉള്ളത്. മഴ പുകയെ ഏകദേശം ശമിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ആ പുകയിൽ തന്നെയാണ് ആ ഉദ്യോഗസ്ഥർ നിന്നുകൊണ്ട് തീ പിടിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് പരിശോധിച്ച് ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം, ഈയിടെ കണ്ട ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. കാരണം എറണാകുളം ജില്ലയുടെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇങ്ങോട്ട് എത്തിയിരുന്നു. അവർ ഇവിടെ എത്തിയ ശേഷമാണ് ഈ തീ നിയന്ത്രിക്കാനായിട്ട് ആരംഭിച്ചത്. മണിക്കൂറുകൾ കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ മറ്റ് കെട്ടിടങ്ങളിലൊന്നും തീ പിടിക്കാൻ കഴിയാതെ തീ നിയന്ത്രിക്കാൻ സാധിച്ചിരിക്കുന്നു. ഏറ്റവും ശുഭകരമായി നമുക്ക് വിവരങ്ങൾ പങ്കുവെക്കാനുള്ളത് തീ നിയന്ത്രിക്കാനായി സാധിച്ചിരിക്കുന്നു എന്നുള്ള വിവരം തന്നെയാണ് പറയാനുള്ളത്. ഏതായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കെട്ടിടത്തിൻ്റെ അകത്ത് തീ കൂടുതൽ ഭാഗത്തേക്ക് പടരാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ള പരിശോധനയിലാണ് നിൽക്കുന്നത്. ആ പരിശോധനയിൽ മാത്രമാകും ഇനി ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യതയുണ്ടോ എന്ന് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു സാധ്യത ഇല്ല എന്ന് ഉറപ്പിച്ച ശേഷം മാത്രമേ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് പൂർണ്ണമായി മാറുകയുള്ളൂ. അതിനുശേഷം പിന്നീട് പോലീസിൻ്റെയും മറ്റ് വകുപ്പുകളുടെയും ഒക്കെ പരിശോധനകളും മറ്റു നടപടികളും ഉണ്ടാകേണ്ടതുണ്ട്. ഏതായാലും രാവിലെ പുലർച്ചെ 2
2:30 വിവരമറിഞ്ഞ് 3 മണിയോടുകൂടി ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുമ്പോൾ ആരംഭിച്ച രക്ഷാപ്രവർത്തനം അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. കൊച്ചി നഗരത്തെ ആകെ നിറച്ച വിഷപ്പുകയെ നിയന്ത്രിക്കാനും തീയെ നിയന്ത്രിക്കാനുമായി സാധിച്ചിരിക്കുന്നു. അതിനുശേഷം ഏറ്റവും അവസാനഘട്ട പരിശോധനയിലാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ ആകെ ഉള്ളത്. എസ് ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചി സൗത്ത് പാലത്തിന് സമീപമുണ്ടായ തീപിടുത്തം അതിപ്പോൾ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ 2:30 ഈ തീപിടുത്തം ഉണ്ടായത്. ആക്രി ഗോഡൌണിലാണ് തീപിടുത്തം ഉണ്ടായത്. ഒട്ടേറെ പ്ലാസ്റ്റിക് വസ്തുക്കൾ അവിടെ ഉണ്ടായിരുന്നു. ഇനി പുക മാത്രമേ ഉള്ളൂ. പുക എന്ന് വെച്ചാൽ സ്ക്രാപ്പ് ആയതുകൊണ്ട് തന്നെ അടിവശത്ത് ചെറിയ ഇഗ്നീഷൻ ഉണ്ടാവും, റീ ഇഗ്നീഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ JCB ബാക്ക് സൈഡിൽ JCB ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. JCBയിൽ സ്ക്രാപ്പ് എല്ലാം മാറ്റിക്കൊണ്ട് ഫയർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വേറെ കാഷ്വാലിറ്റി ഒന്നുമില്ല. വേറെ നമ്മൾ 50% മുകളിൽ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുമ്പോൾ 2 അപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു, അതിൽ ആൾക്കാരുണ്ടായിരുന്നു. അപ്പാർട്ട്മെൻറ്റ് പൂർണ്ണമായിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റി. റെയിൽ 2.5 മണിക്കൂറോളം നമ്മൾ ബ്ലോക്ക് ചെയ്യേണ്ടി വന്നു. കാരണം ഗ്യാസ് സിലിണ്ടേഴ്സ് ഒരു 12 സിലിണ്ടർ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ റെയിൽവേ ട്രാക്കിന് അടുത്തായതുകൊണ്ട് തന്നെ നമുക്കത് റിസ്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് റെയിൽവേ ലൈൻ ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞു. 12 സിലിണ്ടർ പൊട്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ സ്ക്രാപ്പ് ആയിരുന്നാൽ പോലും നമുക്കറിയാം ചെറിയ എമൗണ്ട് ഗ്യാസ് ഉണ്ടാവും. അപ്പോൾ ആ ഗ്യാസിൽ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ വേപ്പറൈസ് ചെയ്ത് പൊട്ടിയിട്ടുണ്ട്. ഇനി അപകട സാധ്യതകളൊന്നും അവശേഷിക്കാതെ ഇല്ല, നിലവിലിപ്പം കൺട്രോളിലാണ്, വേറെ റിസ്ക് ഒന്നുമില്ല. ഇല്ല. ഇപ്പോൾ ഈ പൊളിച്ച് പരിശോധിക്കുന്ന എന്തിനു വേണ്ടിയിട്ടായിരിക്കും? പൊളിച്ച് നമുക്കറിയാം റീഇഗ്നീഷൻ, നമുക്ക് ഇതിൻ്റെ അത് സ്ക്രാപ്പ് ആയതുകൊണ്ട് തന്നെ വയറും മറ്റ് അസംസ്കൃത വസ്തുക്കളൊക്കെ ഉണ്ടാവും. അതൊക്കെ വീണ്ടും റീഇഗ്നീഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ JCB ഉപയോഗിച്ചുകൊണ്ട് മാറ്റിയിട്ട് പൂർണ്ണമായിട്ടും ഫൈറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യും. ഫോമാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പൂർണ്ണമായിട്ട് കൺട്രോളായി. എത്ര യൂണിറ്റുകൾ നമ്മുടെ ഫയർ യൂണിറ്റുകൾ? ഇവിടെ 15 യൂണിറ്റ് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഗാന്ധിനഗർ ക്ലബ് റോഡ് ഉൾപ്പെടെയുള്ള സ്റ്റേഷനിൽ നിന്ന് 15 യൂണിറ്റ് ഒരു 80ഓളം ജീവനക്കാർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഏതായാലും ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ തന്നെ 15ഓളം ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചു. അത് വലിയൊരു പുതിയ വിവരമാണ്. കാരണം ഗ്യാസ് ഒഴിഞ്ഞ കുറ്റികളായിരുന്നുവെങ്കിലും അതിൽ ഗ്യാസിൻ്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ നമ്മളോട് ഈ കെട്ടിട ഉടമ പറഞ്ഞതുപോലെ തന്നെ പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടുവെന്ന് പറഞ്ഞത്. ഈ ഒഴിഞ്ഞ ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിയതാണ് എന്ന് ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ. അത് 1ഉം 2ഉമല്ല, 12ലധികം ഗ്യാസ് സിലിണ്ടറുകൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അത് പൊട്ടിത്തെറിച്ചു എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. 2.5 മണിക്കൂർ റെയിൽ ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിച്ചിരുന്നു എന്നും പറയുന്നു. IOCയുടെ ഗ്യാസ് ലൈനിലൂടെ പെട്രോളിയം കടത്തിവിടുന്നത് നിയന്ത്രിച്ചിരുന്നു. അങ്ങനെ വലിയൊരു രക്ഷാപ്രവർത്തനമാണ്. അതിൻ്റെ പുതിയ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. 12 സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചിരിക്കുന്നു. 2.5 മണിക്കൂർ കൊച്ചിയിലേക്കുള്ള റെയിൽ ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിച്ചിരുന്നു. ഈ പെട്രോളിയം ലൈനിലൂടെയുള്ള പെട്രോൾ കടത്തിവിടുന്നത് പൂർണ്ണമായും നിയന്ത്രിച്ചിരുന്നു. അങ്ങനെ വലിയ രീതിയിൽ ഉള്ള രക്ഷാപ്രവർത്തനത്തിന് തന്നെയാണ് കൊച്ചി സാക്ഷ്യം വഹിച്ചത്. സ്വാഭാവികമായും സംസ്ഥാനത്തെ പൂർണ്ണമായിട്ടുമുള്ള റെയിൽ ഗതാഗതത്തെ ഇന്ന് അതെല്ലാം സാരമായി ബാധിക്കുമെന്നുള്ള കാര്യവും ഉറപ്പാണ്. 2.5 മണിക്കൂറാണ് കൊച്ചിയിലേക്കുള്ള റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടത്. അത് സ്വാഭാവികമായിട്ടും മറ്റ് റെയിൽ ഗതാഗതത്തെ ബാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞതുപോലെയാണെങ്കിൽ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് നടന്നുകൊണ്ടിരുന്നത്. എസ് ശ്യാംകുമാറാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വലിയ തീപിടുത്തമാണ് കൊച്ചിയിൽ സൗത്ത് പാലത്തിന് സമീപമുണ്ടായത്. ഇപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. 2:30 ഉണ്ടായ തീപിടുത്തമാണ്. 2 മണിക്കൂറിലേറെ സമയമെടുത്താണ് ഫയർഫോഴ്സ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത്. ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ സംസാരിച്ചതനുസരിച്ചെങ്കിൽ 15 ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടെ എത്തിയിരുന്നു. 80ലധികം ഉദ്യോഗസ്ഥർ ഈ രക്ഷാദൗത്യത്തിന്റെ ഭാഗമായി. ഇത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മാത്രമാണ്. പോലീസും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും കൂട്ടായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. തൊട്ടടുത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷനുണ്ട്. റെയിൽപാളം കടന്നു പോകുന്നത് ഇതിന് സമീപത്തൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ തീപിടുത്തം ഉണ്ടായ സമയത്ത് 2 മണിക്കൂറോളം ഈ ട്രെയിൻ ഗതാഗതം അത് ബ്ലോക്ക് ചെയ്തു എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പറയുന്നത്. ഈ ഒഴിഞ്ഞ ഗ്യാസ് സിലിണ്ടറുകൾ ഉണ്ടായിരുന്നു, അത് പൊട്ടിത്തെറിച്ചു എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അത്തരത്തിൽ 12 ഗ്യാസ് സിലിണ്ടറുകൾ ഈ ആക്രി ഗോഡൌണിൽ ഉണ്ടായിരുന്നു. ഇത് ഒഴിഞ്ഞ സിലിണ്ടറുകൾ ആണെങ്കിൽ കൂടിയും അതിനുള്ളിൽ ചെറിയ തോതിൽ ഈ ഗ്യാസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അത് പൊട്ടിത്തെറിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ 12 സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്ഥാപന ഉടമയുടെ മാതാവ് തന്നെ നേരത്തെ പറഞ്ഞിരുന്നു, ചെറിയ പൊട്ടിത്തെറി ശബ്ദം കേട്ടു ഈ തീപിടുത്തം ഉണ്ടായ സമയത്ത് നിന്ന്. അങ്ങനെയെങ്കിൽ അത് ഈ ഗ്യാസ് സിലിണ്ടർ ആയിരിക്കും ഒരുപക്ഷെ. ഇപ്പോൾ അപകടാവസ്ഥ ഇല്ല, പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. സൗത്ത് പാലത്തിൽ
ഫയർഫോഴ്സ് യൂണിറ്റുകൾ നിരനിരയായി ഇപ്പോഴും കിടക്കുന്നത് കാണാം ദൃശ്യങ്ങളിൽ. അങ്ങനെ 15 ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. നിലവിൽ ആശങ്കാജനകമായ സാഹചര്യമില്ല. ഷോർട്ട് സർക്യൂട്ടാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ ഈ തീപിടുത്തത്തിന് എന്നുള്ളത് ഇനി അറിയേണ്ടതാണ്. ഫയർഫോഴ്സ് ഉൾപ്പെടെ അക്കാര്യങ്ങളിൽ വരും മണിക്കൂറുകളിൽ വ്യക്തത വരുത്തും. ഏതായാലും വലിയ തീപിടുത്തമാണ് കൊച്ചിയിൽ ഉണ്ടായത്, സൗത്ത് പാലത്തിന് സമീപം ഉണ്ടായത്. 2:30 ഉണ്ടായ തീപിടുത്തം ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. രക്ഷാദൗത്യം നടക്കുന്നതിനിടയിൽ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുമ്പോഴാണ് അവിടെ മഴ കൂടി പെയ്തത്. അത് ഫയർഫോഴ്സിന് സഹായകമായിട്ടുണ്ട്. ഈ തീ നിയന്ത്രണ വിധേയമാക്കിയതിന് ശേഷം ഒരു മേഖലയിൽ ചെറുതായി വീണ്ടും തീ പടർന്നിരുന്നു. അത് നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മഴ പെയ്തത്. അതപ്പോൾ ഫയർഫോഴ്സിനെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ JCB കൂടി അവിടേക്ക് എത്തിച്ച് ഈ ചെറുതായി പുകയുരുന്ന മേഖലകളുണ്ട്, ആ അവശിഷ്ടങ്ങളൊക്കെ മാറ്റി അതുകൂടി പൂർണ്ണമായി കെടുത്താനുള്ള പരിശ്രമത്തിലാണ് ഫയർഫോഴ്സ് ഉള്ളത്. ഒട്ടേറെ പ്ലാസ്റ്റിക് വസ്തുക്കൾ അവിടെ ഉണ്ട് എന്ന് നേരത്തെ ഉടമ പറഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ ഈ അടിയിൽ ഇപ്പോഴും പുക ഉണ്ടായിരിക്കും, ചെറിയ തോതിൽ തീ ഉണ്ടായിരിക്കും. അതുൾപ്പെടെ പൂർണ്ണമായി കെടുത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. 80-ലേറെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി സജീവമായി തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അവിടെ 2 അപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടായിരുന്നതായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പറയുന്നു. അവരെ ഉൾപ്പെടെ അവിടെ നിന്ന് സുരക്ഷിതമായി ഒഴിപ്പിക്കാൻ കഴിഞ്ഞ കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ വലിയ അപകടങ്ങളൊന്നുമില്ലാതെ പൂർണ്ണമായി ആ രക്ഷാപ്രവർത്തനം അവിടെ സാധ്യമായി എന്ന് ഫയർഫോഴ്സ് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. ഇത് JCB അവിടേക്ക് എത്തിച്ച് അവിടെ അവശിഷ്ടങ്ങൾ നീക്കുന്ന ദൃശ്യങ്ങളാണ്. ചെറുതായി പുക ഉയരുന്നത് ആ ദൃശ്യങ്ങളിൽ കാണാം. അപ്പോൾ ഈ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾക്കടിയിൽ ഇപ്പോഴും തീയുണ്ട് എന്നുള്ള സംശയത്തിലാണ് ഫയർഫോഴ്സ് അത്തരമൊരു നടപടിയിലേക്ക് കടക്കുന്നത്. JCB ഉപയോഗിച്ച് ആ അവശിഷ്ടങ്ങൾ മാറ്റിയതിന് ശേഷം അടിയിൽ പുകയുണ്ടെങ്കിൽ, തീയുണ്ടെങ്കിൽ അത് കൂടിക്കെടുത്തുന്നതിനുള്ള ശ്രമത്തിലേക്ക് ഇപ്പോൾ അവിടെ ഫയർഫോഴ്സ് എത്തിയിരിക്കുകയാണ്. അങ്ങനെ 2 മണിക്കൂറിലേറെ സമയമെടുത്ത് വലിയ തീപിടുത്തം അത് നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നു ഫയർഫോഴ്സും പോലീസും ചേർന്ന്. സൗത്ത് പാലത്തിന് സമീപമുള്ള ആക്രി ഗോഡൌണിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ശ്യാംകുമാർ തുടരുന്നുണ്ട്. ശ്യാംകുമാർ, ഇപ്പോൾ JCB കൂടി എത്തിച്ചിട്ടുണ്ടല്ലേ? ഉന്മേഷം, നേരത്തെ നമ്മളോട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു അതിന്റെ ഒരു വശം പൊളിക്കുന്നതിനായിട്ട് JCB അല്പസമയത്തിനകം എത്തിക്കുമെന്നുള്ളത്. JCB ഇവിടെ ആ JCB ഉപയോഗിച്ച ആ കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൊളിച്ചുകൊണ്ടാണ് അവിടെ തീ നിയന്ത്രിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. അവിടെ JCB ഉപയോഗിച്ച് ആ ഷീറ്റിട്ട കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും പൊളിക്കുകയാണ്. അവിടെ അത് പൊളിച്ചുകൊണ്ട് മാത്രമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് അകത്ത് കയറാനും തീ നിയന്ത്രിക്കാനും സാധിക്കുകയുള്ളൂ. അങ്ങനെ ആ JCB ഉപയോഗിച്ച് അത് പൊളിച്ചുകൊണ്ടാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ വെള്ളം അതേസമയം തന്നെ JCB ഉപയോഗിച്ച് ഷീറ്റ് ഉപയോഗിച്ച് ഒരു വശം പൊളിക്കുന്നതിനൊപ്പം തന്നെ അവിടെ വെള്ളം അടിച്ചുകൊണ്ട് പുക ശമിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. അത് രണ്ടും ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഭാഗത്ത് നിന്ന് പുകയും തീയും നിയന്ത്രിച്ചാൽ മാത്രമേ ഉദ്യോഗസ്ഥർക്ക് ഈ വശത്തുകൂടി ഈ കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഉൾപ്പെടെ തീ പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ ഉണ്ട് എന്ന് നേരത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. അങ്ങനെ ആ ദൃശ്യങ്ങൾ പൂർണ്ണമായും അത് പൊളിച്ചു നീക്കിയ ശേഷം അവിടെ കയറി അത് പൂർണ്ണമായും പരിശോധിച്ചു. അവിടെ തീ ഇപ്പോഴും ചില ഭാഗങ്ങളിൽ കത്തുന്നുണ്ട്. അത് ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ തീ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ തീ അവശേഷിച്ചിരിക്കുന്ന ഏക ഭാഗം. ആ ഭാഗത്താണ് JCB കൊണ്ടുവന്ന് ഷീറ്റുകൾ പൊളിച്ചു നീക്കിക്കൊണ്ട് രക്ഷാപ്രവർത്തനം വീണ്ടും ആരംഭിച്ചിരിക്കുന്നത്. കനത്ത മഴയിലാണ് ആ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുറത്തു മാത്രമാണ് മഴ പെയ്യുന്നത്. അകത്ത് തീ പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ ലോഡ് കണക്കിന് കൂട്ടിവെച്ച സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ തീ പിടിക്കുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് JCB ഉപയോഗിച്ച് ആ വശം പൊളിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ആ ഭാഗത്ത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നേരത്തെ കരുതിയതുപോലെ തന്നെ തീ ഉണ്ട്. അത് തീ അവിടെ കെട്ടിട്ടില്ല എന്നുള്ളത് അവരുടെ പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. അവിടെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. JCB ഉപയോഗിച്ച് ആ ഒരു വശം പൂർണ്ണമായും പൊളിച്ച ശേഷം ഉദ്യോഗസ്ഥർ വളരെ സാഹസികമായി തന്നെയാണ് ആ തീയും പുകയും വിഷപ്പുകയും നിറഞ്ഞ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ആ വെള്ളം അടിച്ചുകൊണ്ട് ആ പുകയും തീയും ശമിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ മാത്രമേ ആ മറുഭാഗത്തേക്ക് ഉദ്യോഗസ്ഥർക്ക് പൂർണ്ണമായും എത്തിച്ചേരാൻ സാധിക്കുകയുമുള്ളൂ. ഏതായാലും വലിയൊരു രക്ഷാപ്രവർത്തനത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഫയർഫോഴ്സ് സംഘം എന്ന് പറയാം. അപ്പോഴും തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയം ആയി എന്ന് പറയാനായിട്ടില്ല. 90% നിയന്ത്രണ വിധേയമായിരുന്നു. പക്ഷേ കെട്ടിടത്തിന്റെ മറ്റൊരു വശത്ത് തീ ഉണ്ടായിരുന്നു. അത് ഉറപ്പിച്ചത് അവിടെ ആ കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ JCB ഉപയോഗിച്ച് മനുഷ്യനെ എത്തിച്ചേരാൻ സാധിക്കാത്ത ആ ഭാഗത്ത് JCB ഉപയോഗിച്ച് പൊളിച്ചുകൊണ്ട് വെള്ളം പമ്പ്
പമ്പ് ചെയ്ത് തീ നിയന്ത്രിച്ചുകൊണ്ടാണ് ഫയർഫോഴ്സ് അവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. കനത്ത വിഷപ്പുക അവിടെ ഉയരുന്നത് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ മഴ പെയ്തപ്പോൾ മറ്റു ഭാഗങ്ങളിലെ പുക നിയന്ത്രിക്കാൻ സാധിച്ചിരുന്നു എങ്കിലും ഇപ്പോൾ അവിടെ വീണ്ടും ആ പുക ഉയരുന്നുണ്ട്. അത് ആ കെട്ടിടത്തിന്റെ അകത്ത് നിന്നാണ് ആ പുക വരുന്നത് എന്നുള്ളത് ഉറപ്പാണ്. കാരണം അവിടെയാണ് ആ തീപിടുത്തം ഉണ്ടായിരുന്നത്. ഏറ്റവും ആദ്യം തീപിടുത്തം ഉണ്ടായ ഭാഗത്തിന്റെ ചേർന്ന ഭാഗം കൂടിയാണത്. അവിടെ ഇപ്പോൾ JCB ഉപയോഗിച്ച ഷീറ്റ് പൊളിക്കുമ്പോൾ തന്നെ വിഷപ്പുക പുറത്തേക്ക് വമിക്കുകയാണ് എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അവിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തുടർച്ചയായി വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് അവിടെ നിയന്ത്രിക്കുകയാണ്. നിയന്ത്രിച്ചുകൊണ്ടാണ് അത് നിയന്ത്രിക്കുന്നത്. നമുക്ക് അതിനെ മുന്നോട്ട് പോകും. തുടർച്ചയായി വെള്ളം അവിടെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ ഇപ്പോഴും ആ തീ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളാണ്. വലിയ തീപിടുത്തമാണ് കൊച്ചിയിലുണ്ടായത്. ഈ വൈകി വന്ന പ്രേക്ഷകർക്കായി ഇതിപ്പോ പുലർച്ചെ 2:30 ഈ തീപിടുത്തം ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു. വൈകി വന്ന പ്രേക്ഷകർക്കായി എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്, കൃത്യമായി എവിടെയാണ് ഈ തീപിടുത്തം ഉണ്ടായ ലൊക്കേഷൻ, ഒപ്പം തന്നെ ഇത് റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ട്രെയിൻ ഗതാഗതത്തിന് ഏതെങ്കിലും രീതിയിലുള്ള തടസ്സം എപ്പോഴെങ്കിലും നേരിട്ടിട്ടുണ്ടോ? അത്തരം വിശദാംശങ്ങൾ കൂടി പറയൂ ഇപ്പോഴത്തെ അവസ്ഥയിൽ. നിലവിൽ സൗത്ത് മേൽപ്പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും തടഞ്ഞിരിക്കുകയാണ്. നേരത്തെ 2.5 മണിക്കൂറാണ് എറണാകുളത്തേക്കുള്ള ട്രെയിൻ ഗതാഗതവും തടഞ്ഞിരുന്നത്. ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ സൗത്ത് മേൽപ്പാലത്തിലൂടെ വാഹനങ്ങൾ ഇപ്പോൾ കടത്തിവിടുന്നില്ല. കാരണം രക്ഷാപ്രവർത്തകരുടെ വാഹനങ്ങളാണ് അവിടെ കൂടുതലായിട്ടുള്ളത്. ചെറുവാഹനങ്ങൾ ഒരുപക്ഷെ ഇപ്പോൾ കടത്തിവിട്ടേക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ആ JCB ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. ചെറുവാഹനങ്ങൾ മാത്രം സൗത്ത് മേൽപ്പാലത്തിലൂടെ അടിയന്തര ഘട്ടങ്ങളിൽ കടത്തിവിടും എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. ഏതായാലും മറ്റു വാഹനങ്ങളൊന്നും കടത്തിവിടുന്നില്ല. രക്ഷാപ്രവർത്തകരുടെ വാഹനങ്ങൾ, പ്രത്യേകിച്ച് ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും വാഹനങ്ങൾ ഒരു തടസ്സവും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി കൂടിയാണ് അവിടെയുള്ളത്. അതാണ് ഇപ്പോൾ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്. മറ്റ് റോഡുകളിലും ഗതാഗതം നിയന്ത്രിച്ചിട്ടില്ല. പക്ഷേ സൗത്തിലൂടെയുള്ള ഗതാഗതം 2.5 മണിക്കൂറാണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടത്. 12-ലധികം ഗ്യാസ് സിലിണ്ടറുകളാണ് ഇവിടെ പൊട്ടിത്തെറിച്ചത്. അത് എല്ലാം ആക്രിയായിട്ട് വാങ്ങിയിരുന്നതാണെങ്കിലും നേരത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞതുപോലെ അതിന്റെ അകത്ത് ഗ്യാസിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതാണ് പൊട്ടിത്തെറിക്കിടയാക്കിയത്. നേരത്തെ കെട്ടിട ഉടമയായ പ്രായമായ ആ സ്ത്രീയും പറഞ്ഞിരുന്നത് ആ കെട്ടിടത്തിന്റെ അകത്ത് പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടു, തൊട്ടു പിന്നാലെയാണ് തങ്ങൾ പുറത്തേക്ക് മാറിയത് എന്നുള്ളത് നമ്മളോട് പറഞ്ഞിരുന്നു. ഏതായാലും നിലവിൽ രക്ഷാപ്രവർത്തനം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന ഒരു കെട്ടിടത്തിന്റെ കൃത്യമായ ലൊക്കേഷൻ, അത് എത്ര നാളുകളായി ഇവിടെ പ്രവർത്തിക്കുന്ന കെട്ടിടമാണ്, അതിന്റെ ബന്ധപ്പെട്ട ആളുകളൊക്കെ എവിടെയുള്ളവരാണ്, അത്തരം വിശദാംശങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ടല്ലോ. പ്രജിൻ, ഈ കെട്ടിടം 36 വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ലൈസൻസ് ഉള്ള സ്ഥാപനമാണ് എന്ന് കെട്ടിട ഉടമ പറയുന്നുണ്ടായിരുന്നു. അതിന് ശേഷം അതേ കെട്ടിടത്തിൽ ഇതുവരെ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഇത് ആദ്യമായാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായത് എന്നും കെട്ടിട ഉടമ സാക്ഷ്യപ്പെടുത്തുന്നു. അതായത് സാമൂഹ്യ വിരുദ്ധരോ ആരെങ്കിലും കരുതിക്കൂട്ടിയോ ചെയ്തതാണ് എന്ന് അദ്ദേഹം നേരത്തെ നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. ഏതായാലും അതൊക്കെ ഇനി അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ വരേണ്ട കാര്യങ്ങളാണ്. നിലവിൽ രക്ഷാപ്രവർത്തനത്തിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അത് വളരെ വേഗത്തിൽ കേരള ഫയർഫോഴ്സിന് പൂർത്തീകരിക്കാൻ സാധിച്ചിരുന്നു. പുലർച്ചെ 2:30 ഈ വിവരം ആദ്യം അറിയുന്നത് ഈ കെട്ടിടത്തിൽ താമസിച്ചിരുന്ന കെട്ടിടോടമ രാജുവും അദ്ദേഹത്തിന്റെ മാതാവും തന്നെയാണ്. തീപിടുത്തം ഉണ്ടായപ്പോൾ തന്നെ അവർ പുറത്തേക്ക് മാറി. പണിക്കാർ ഉൾപ്പെടെയുള്ളവർ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചു. തുടർന്ന് ഗാന്ധിനഗറിൽ നിന്നും ക്ലബ് റോഡിൽ നിന്നും ജില്ലയുടെ എല്ലാ ഭാഗത്തു നിന്നും യൂണിറ്റുകൾ ഇങ്ങോട്ട് കുതിച്ചെത്തി. 15-ലധികം ഫയർ യൂണിറ്റുകളാണ് ഇങ്ങോട്ട് എത്തിയിരുന്നത്. അവർ ഇപ്പോഴും രക്ഷാപ്രവർത്തനത്തിലാണ്. അതിനിടയിലാണ് ഈ തീ ആളിപ്പടർന്നുകയും പൊട്ടിത്തെറികൾ ഉണ്ടാകുകയും ചെയ്തത്. കെട്ടിടത്തിന്റെ ഒരു ഭാഗത്തെ തീ നിയന്ത്രിക്കുമ്പോൾ മറുവശത്തേക്ക് തീ ആളിപ്പടരുകയായിരുന്നു. പ്ലാസ്റ്റിക്, കത്താൻ സാധ്യതയുള്ള സാധനങ്ങൾ, ടിന്നുകൾ, കുപ്പികൾ, അങ്ങനെ തീയെ വിളിച്ചു വരുത്തുന്ന സാധനങ്ങൾ നിറയെ ഉണ്ടായിരുന്ന കെട്ടിടമാണ്. ആക്രിക്കടയാണ്. അതുകൊണ്ട് തന്നെ അതെല്ലാം സ്വാഭാവികവുമാണ്. അത്തരത്തിലുള്ള ഒരു കെട്ടിടത്തിൽ വിഷപ്പുക നിറഞ്ഞ അന്തരീക്ഷത്തിലാണ് നമ്മുടെ ഫയർഫോഴ്സ് ആ രക്ഷാപ്രവർത്തനം വിജയകരമായി പൂർത്തീകരിച്ചത്. കെട്ടിടത്തിന്റെ പുറകുവശത്ത് നിന്ന് ആദ്യം രക്ഷാപ്രവർത്തകർ വെള്ളം തളിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തി. കനത്ത വിഷപ്പ് ഉയർന്നതോടുകൂടി ഫോം ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും അതേ ഭാഗത്തേക്ക് രക്ഷാപ്രവർത്തകർ എത്തി. തുടർന്ന് വീണ്ടും ജില്ലയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ ഫയർ യൂണിറ്റുകൾ ഇങ്ങോട്ട് എത്തിച്ചേർന്നു. ഏറ്റവും ഒടുവിൽ തീ നിയന്ത്രിച്ചു എന്ന് കരുതിയ ഘട്ടത്തിലാണ് കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൊളിച്ചുകൊണ്ട് അകത്ത് കയറി പരിശോധിക്കാൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചത്. അങ്ങനെ JCB വിളിച്ചു വരുത്തി പരിശോധിക്കുമ്പോഴാണ് അവിടെ വീണ്ടും വിഷപ്പുകയും തീയുടെയും സാന്നിധ്യം കണ്ടെത്തുന്നത്. അങ്ങനെ അങ്ങോട്ട് വീണ്ടും വെള്ളം പമ്പ് ചെയ്തു
ചെയ്തുകൊണ്ട് രക്ഷാപ്രവർത്തനം തുടരുന്ന ഒരു സാഹചര്യം വീണ്ടും ഉണ്ടാകുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, JCB ഉപയോഗിച്ച് വലിയ ടിൻ ഷീറ്റുകൾ വലിച്ചു മാറ്റുകയാണ്. കാരണം തീ ഉയർന്നതോടുകൂടി പഴുത്ത മനുഷ്യന് തൊടാൻ പറ്റാത്ത രീതിയിലുള്ള പരുവത്തിലായിരുന്നു ആ ടിൻ ഷീറ്റുകൾ ഉണ്ടായിരുന്നത്.